നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം 2 ദിവസം ധ്യാനമിരിക്കാൻ പോകുന്നത്. ഇതിന് സമാനമായ രീതിയിൽ 2019 കേദാർനാഥിലും അദ്ദേഹം ധ്യാനമിരുന്നിരുന്നു. അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് വാർത്തകൾ ഇടം നേടുകയും ചെയ്തിരുന്നു. എന്തായാലും മെയ് 30-ാം തീയതിയാണ് പ്രചാരണം അവസാനിക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ജൂൺ 1-ാം തീയതി തിരികെ ദില്ലിയിലേക്ക് മടങ്ങും. 2019 കേദാർനാഥ് ആണ് മോദി തെരഞ്ഞെടുത്തതെങ്കിൽ ഇത്തവണ എന്തുകൊണ്ട് അദ്ദേഹം കന്യാകുമാരി അല്ലെങ്കിൽ വിവേകാനന്ദ പാറ തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. രാജ്യത്ത് അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാകും എന്ന ചില സൂചനകൾ കൂടി മോദി നൽകുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ട് മോദി കന്യാകുമാരി തെരഞ്ഞെടുത്തു എന്നതിന് ചില ഉത്തരങ്ങൾ കൂടി ദേശീയ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. മോദി ഏറ്റവും അധികം റാലികൾ നടത്തിയത് ദക്ഷിണേന്ത്യയിലാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും. കാരണം ആന്ധ്രാപ്രദേശിൽ TDPയും ജനസേനയുമായി സഖ്യമുള്ളത് കൊണ്ട് തന്നെ BJPക്ക് അവിടെ കാര്യങ്ങൾ എളുപ്പമാണ്. അതിന് സമാനമാണ് കർണാടകയിലും അവസ്ഥ. അവിടെ BJPക്ക് ഉറപ്പുള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിലും കാര്യമായ റാലികളൊന്നും തന്നെ മോദി നടത്തിയിരുന്നില്ല. പക്ഷേ കേരളവും തമിഴ്നാടും തെലങ്കാനയും അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മോദി ഇത്തരത്തിലുള്ള റാലികൾ നടത്തിയത്. ഇനി കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യയിൽ നിന്നും 50 സീറ്റുകൾ നേടണം എന്നതായിരുന്നു കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയ ഒരു നിർദ്ദേശം. സംസ്ഥാന നേതൃത്വങ്ങൾ ആകെ പ്രതീക്ഷിച്ചത് 25 സീറ്റുകൾ മാത്രമായിരുന്നു. പക്ഷേ 31 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ 60 സീറ്റുകൾ എന്ന ടാർഗറ്റ് ആണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ 40 എങ്കിലും എത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇപ്പോൾ സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട് താനും. അതിനോടൊപ്പം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുക എന്നുള്ള വലിയ ദൗത്യം കൂടി BJPക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ മോദി ദക്ഷിണേന്ത്യയിലെ വിവേകാനന്ദ പാറ തെരഞ്ഞെടുത്തത് പുതുചരിത്രം ഇവിടെ നിന്നും ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് അധികം ആളുകളും വിശ്വസിക്കുന്നത്. മാത്രമല്ല വിവേകാനന്ദ ദർശനങ്ങൾ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാർഗദർശനം നൽകിയിട്ടുള്ളതാണ് വിവേകാനന്ദൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ദർശനങ്ങൾ. ഇവിടെ നിന്നും തുടങ്ങാൻ പുതിയ ഒരു കാലം എന്ന് മോദി വിചാരിച്ചാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.